നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നഗരമധ്യത്തിൽ വീണ്ടും തീപിടുത്തം. വ്യാപാരിയുടെ ജാഗ്രതയിൽ തലശ്ശേരി രക്ഷിച്ച് ഫയർഫോഴ്സ്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ശൈലി ജനങ്ങൾക്ക് ദഹിച്ചില്ല. ജില്ലാ നേതൃത്വത്തിനെതിരെയും വിമർശനം. ഇന്ധന വില വർധനവിനെ തുടർന്ന് പെട്രോളിനും ഡീസലിനും മാഹിയിലും കണ്ണൂരിലും 12-11 രൂപയുടെ വ്യത്യാസം. കണ്ണൂരിൽ പെട്രോളിന് 109 രൂപയായി ഉയർന്നപ്പോൾ മാഹിയിൽ 97 രൂപയും ഡീസലിന് കണ്ണൂരിൽ 98 രൂപയായപ്പോൾ മാഹിയിൽ 87 രൂപയുമായി. മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ അധ്യാപക സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനകരമായ വിദ്യാഭ്യാസ ഗ്രന്ഥങ്ങളുടെ പ്രകാശന ചടങ്ങ് ശ്രദ്ധേയമായി. കോളേജിലെ അധ്യാപകർ ചേർന്ന് തയ്യാറാക്കിയത് 10 പുസ്തകങ്ങൾ. വാർത്തകൾ വിശദമായി. തലശ്ശേരി നഗരമധ്യത്തിൽ വീണ്ടും തീപിടുത്തമുണ്ടായത് ആശങ്കയുണർത്തി. ലിബർട്ടി പാരഡൈസിന് മുൻവശത്തെ ഷറാറ പ്ലാസയുടെ നെയിം ബോർഡിലാണ് വെള്ളിയാഴ്ച രാത്രി തീപിടുത്തമുണ്ടായത്. രാത്രി 11:30ഓടെയായിരുന്നു സംഭവം. നെയിം ബോർഡിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് ആദ്യം ശ്രദ്ധിച്ചത് സമീപത്തെ സൈഖോ മൊബൈൽ ഷോപ്പ് ഉടമ സജ്ജാദായിരുന്നു. അപകടത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ സജ്ജാദ് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. പിന്നീട് മാത്രമാണ് ഷറാറ പ്ലാസയിലെ ജീവനക്കാർക്കും സമീപ വ്യാപാരികൾക്കും തീപിടുത്തത്തിന്റെ വിവരം അറിയാനായത്. വിവരം ലഭിച്ചതോടെ ഫയർഫോഴ്സ് സംഘം അതിവേഗം സ്ഥലത്തെത്തി തീയണക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിനിടെ കത്തിക്കൊണ്ടിരുന്ന നെയിം ബോർഡിന്റെ പ്ലാസ്റ്റിക് മെറ്റൽ അവശിഷ്ടങ്ങൾ ഉരുകി താഴേക്ക് വീണ് താഴെ പാർക്ക് ചെയ്തിരുന്ന കാറിന് കേടുപാടുകൾ സംഭവിച്ചു. തീ കാറിലേക്കും പടരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഫയർഫോഴ്സ് സംഘം കാറിലേക്കും വെള്ളം ചീറ്റി കൂടുതൽ അപകട സാധ്യത ഒഴിവാക്കി. സംഭവ സമയത്ത് സമീപത്തെ ലിബർട്ടി പാരഡൈസിൽ സിനിമ കാണാനെത്തിയവരുടെ നിരവധി വാഹനങ്ങൾ പ്രദേശത്ത് പാർക്ക് ചെയ്തിരുന്നു. ഫയർഫോഴ്സ് കൃത്യസമയത്ത് എത്താതിരുന്നുവെങ്കിൽ വാഹനങ്ങളിലേക്കും സമീപ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും തീ പടർന്ന് വൻ അപകടമുണ്ടാകുമായിരുന്നു. തലശ്ശേരി പോലീസും വിവരമറിഞ്ഞ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രാഥമിക നിഗമനത്തിൽ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് ആകാം കാരണമെന്നാണ് സംശയിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിച്ച സജ്ജാദിനെ വ്യാപാരികളും നാട്ടുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അഭിനന്ദിച്ചു. സമയോചിതമായ ഒരു ഫോൺ കോൾ വലിയ അപകടം ഒഴിവാക്കി എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത്. ഇതിനിടയിൽ തലശ്ശേരി നഗരത്തിൽ ദിവസങ്ങൾക്കിടെ ഉണ്ടാകുന്ന തുടർച്ചയായ തീപിടുത്തങ്ങൾ ആശങ്ക ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരി നാരങ്ങാപ്പുറത്ത് പ്രവർത്തിക്കുന്ന KFCയിലെ കൂറ്റൻ ജനറേറ്ററിന് തീപിടുത്തമുണ്ടായത്. ജനറേറ്ററിലുണ്ടായിരുന്ന ഏകദേശം 40 ലിറ്റർ ഡീസൽ കത്തിനശിക്കാനുള്ള സാഹചര്യമുണ്ടായിരുന്നുവെങ്കിലും ഫയർഫോഴ്സിന്റെ കൃത്യമായ ഇടപെടലാണ് വൻ അപകടം ഒഴിവാക്കിയത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ G. ഷിജിത്തിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ദിതീഷ്, റിജിൽ, ശ്രീജേഷ്, രഞ്ജിത്ത് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ശൈലി ജനങ്ങൾക്ക് ദഹിച്ചില്ലെന്നാണ് വിമർശനം ഉയർന്നത്. ജില്ലാ നേതൃത്വത്തിനെതിരെയും വിമർശനമുണ്ടായി. പാർട്ടി നേതൃത്വം തിരുത്തിയില്ലെങ്കിൽ അണികൾ തിരുത്തിക്കുമെന്നും പയ്യന്നൂരും തളിപ്പറമ്പിലുമുണ്ടായ പരാജയം അതിനുദാഹരണമാണെന്നും സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായി. മുഖ്യമന്ത്രിയുടെ പല വാക്കുകളും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും കുറ്റപ്പെടുത്തലുണ്ടായി. ജില്ലാ നേതൃത്വത്തിനെതിരെയും കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നു. പയ്യന്നൂർ സ്ഥാനാർത്ഥി V. കുഞ്ഞികൃഷ്ണനെ പാർട്ടി ചെറുതായി കണ്ടു. അടിയൊഴുക്ക് കണ്ടെത്താൻ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി. പാർട്ടി അണികളുടെ വികാരം നേതൃത്വം മനസ്സിലാക്കിയില്ലെന്നും ഭരണവിരുദ്ധ വികാരമല്ല ശൈലിയാണ് തിരിച്ചടിയായതെന്നും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിലയിരുത്തലുണ്ടായി. ഇന്ധനവില വർധനവിനെ തുടർന്ന് പെട്രോളിനും ഡീസലിനും മാഹിയിലും കണ്ണൂരിലും 12-11 രൂപയുടെ വ്യത്യാസം. കണ്ണൂരിൽ പെട്രോളിന് 109 രൂപയായി ഉയർന്നപ്പോൾ മാഹിയിൽ 97 രൂപയും ഡീസലിന് കണ്ണൂരിൽ 98 രൂപയായപ്പോൾ മാഹിയിൽ 87 രൂപയുമായി. 2 വർഷമായി മാറ്റമില്ലാതെ തുടരുന്ന ഇന്ധനവില വർദ്ധിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നതോടെയാണ് വർധനവുണ്ടായത്. പെട്രോളിന് കണ്ണൂരിൽ ലിറ്ററിന് 3 രൂപ 44 പൈസയും ഡീസലിന് 3 രൂപ 33 പൈസയുമാണ് വർദ്ധിച്ചത്. പെട്രോളിന് 105 രൂപ 78 പൈസയുള്ളത്
109 രൂപ 22 പൈസയായി വർദ്ധിച്ചു. ഡീസലിന് 94 രൂപ 78 പൈസയുള്ളത് 98 രൂപ 11 പൈസയായും വർദ്ധിച്ചു. മാഹിയിൽ പെട്രോൾ വില 93 രൂപ 93 പൈസ എന്നത് ലിറ്ററിന് 96 രൂപയും 89 പൈസയായും ഉയർന്നു. ഡീസലിന് 83 രൂപ 91 പൈസയിൽ നിന്ന് 86 രൂപ 78 പൈസയായും ഉയർന്നു. 2022 മെയ് മാസത്തിൽ ഇന്ധനത്തിന് റെക്കോർഡ് വിലയായപ്പോൾ കേന്ദ്ര സർക്കാർ ഇന്ധനത്തിന്റെ എക്സൈസ് തീരുവ കുറച്ച് വിലക്കയറ്റം പിടിച്ചു നിർത്തിയിരുന്നു. പെട്രോളിന് 10 രൂപയും ഡീസലിന് 7 രൂപ 50 പൈസയുമാണ് കുറച്ചത്. പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇന്ധനവില ലിറ്ററിന് 2 രൂപ വീണ്ടും കുറച്ചു. വിൽപ്പന നികുതി കുറവായതിനാൽ മാഹിയിൽ ഇന്ധനവില പെട്രോളിന് 2 രൂപ 96 പൈസയും ഡീസലിന് 2 രൂപ 87 പൈസയുമാണ് വർദ്ധിച്ചത്. 2024 അവസാനത്തിൽ പുതുച്ചേരി സർക്കാർ 2 രൂപ വിൽപ്പന നികുതി മാഹി ഉൾപ്പെടെ പുതുച്ചേരി സംസ്ഥാനത്ത് വർദ്ധിപ്പിച്ചിരുന്നു. കേരളവുമായി ഇന്ധനവില ലിറ്ററിന് 14 രൂപയോളം കുറവുണ്ടായിരുന്നത് പുതുച്ചേരിയിൽ വിൽപ്പന നികുതി കൂട്ടിയപ്പോൾ കേരളവുമായി വിലയിലെ അന്തരം ലിറ്ററിന് 12 രൂപയുടെ വ്യത്യാസമായി. മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ അധ്യാപക സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനകരമായ വിദ്യാഭ്യാസ ഗ്രന്ഥങ്ങളുടെ പ്രകാശന ചടങ്ങ് ശ്രദ്ധേയമായി. പുതുച്ചേരി സർവകലാശാലയുടെ ബി.എഡ് സിലബസിനെ അടിസ്ഥാനമാക്കി കോളേജിലെ അധ്യാപകർ ചേർന്ന് തയ്യാറാക്കിയ 10 വിദ്യാഭ്യാസ പുസ്തകങ്ങളാണ് ചടങ്ങിൽ പ്രകാശനം ചെയ്തത്. അധ്യാപക പരിശീലന രംഗത്ത് വിദ്യാർത്ഥികൾക്ക് പഠന സഹായമാകുന്ന രീതിയിലാണ് പുസ്തകങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രാർത്ഥനയോടെയും സ്വാഗത നൃത്തത്തോടെയും ആരംഭിച്ച ചടങ്ങ് മാഹി മുൻ MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്തെ മുന്നോട്ട് നയിക്കാൻ എന്നും താല്പര്യമുള്ള 2 മഹാൻ വ്യക്തികളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതൊന്ന് NCTയിലെ മേധാവി പ്രിയപ്പെട്ട S. മണിയും അതേപോലെ തന്നെ പാണ്ടച്ചേരി യൂണിവേഴ്സിറ്റിയുടെ നെടുന്തൂണായി നിൽക്കുന്ന മാഹിയിലെ പ്രിയപ്പെട്ട രതീഷുമാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തക പ്രകാശനം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ NCTയുടെ കരിക്കുലവും അതേപോലെ തന്നെ പാണ്ടച്ചേരി യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലവും ബന്ധപ്പെടുത്തി ഏതാണ്ട് 10-15 ക്വാളിറ്റിയുള്ള അധ്യാപകന്മാർ ചേർന്നുകൊണ്ട് രൂപപ്പെടുത്തിയ പുസ്തകമാണ്. നിങ്ങൾക്ക് ഏറെ പഠിക്കാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇന്ന് മറക്കാനാവാത്ത ഒരു അനുഭവമാക്കി മാറ്റാനും ഈ പുസ്തകം കൊണ്ട് സാധിക്കുമെന്നാണ് ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ട ശ്രീലതയും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളും ഒക്കെ പറഞ്ഞത്. വിദ്യാഭ്യാസ രംഗത്ത് ഗുണമേന്മയുള്ള പഠന വിഭവങ്ങൾ ഒരുക്കുന്നതിൽ അധ്യാപകരുടെ പങ്ക് നിർണായകമാണെന്നും വിദ്യാർത്ഥികൾക്ക് പ്രായോഗികവും അക്കാദമിക് തലത്തിലും സഹായകരമായ പുസ്തകങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നതെന്നും മുൻ MLA പറഞ്ഞു. കോളേജ് പ്രസിഡന്റ് സജിത്ത് നാരായണൻ അധ്യക്ഷത വഹിച്ചു. കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ U. അരുൺ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി. വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖ അധ്യാപകനും NCTE ദക്ഷിണ മേഖലാ കമ്മിറ്റി അംഗവുമായ ഡോക്ടർ S. മണി പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിച്ചു. ആദ്യപ്രതി പുതുച്ചേരി സർവകലാശാല മാഹി കേന്ദ്രത്തിലെ പ്രൊഫസറും പ്രത്യേക ചുമതലയുള്ള ഓഫീസറുമായ ഡോക്ടർ രജീഷ് വിശ്വനാഥൻ ഏറ്റുവാങ്ങി. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് MK ശ്രീജേഷ്, ഡയറക്ടർമാരായ TM സുധാകരൻ, PP ആശാലത എന്നിവർ സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K. ശ്രീലത സ്വാഗതവും അസിസ്റ്റന്റ് പ്രൊഫസർ VM പത്മലേഖ നന്ദിയും പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യാപക പരിശീലന രംഗത്ത് അക്കാദമിക് മികവ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങ് അക്ഷരാർത്ഥത്തിൽ നവ്യാനുഭവമായി. LBS തലശ്ശേരി സ്കിൽ സെന്ററിൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം മെയ് 26 രാവിലെ 10 മണിക്ക് നടക്കും. നിയുക്ത MLA കാരായി രാജൻ ഉദ്ഘാടനം ചെയ്യും. സ്കിൽ സെന്ററിൽ വിവിധ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത്. ചടങ്ങിൽ ജനപ്രതിനിധികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇനിയൊരു ഇടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും
നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി. LKG മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസുകളിലേക്കും സീറ്റുകളുടെ ലഭ്യതയനുസരിച്ച് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യം, സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി ആൻഡ് ലൈബ്രറി, ഗതാഗത സൗകര്യം, ലേണിംഗ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ, ശുചിത്വമുള്ള ക്യാമ്പസ്, രക്ഷിതാവ് അധ്യാപക ആശയവിനിമയത്തിനായി സ്കൂൾ ആപ്പ്, ഹയർ സെക്കൻഡറി കോഴ്സ്, ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കൊമേഴ്സ്. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി, മൗണ്ട് വേര, ചാലക്കര, ന്യൂ മാഹി. 0490-233-626 9447-227626. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും, കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് K. രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8130606188 965-681-3834 859-031-2944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well-equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699 6238596699. Invest
instant paces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തയിലേക്ക്. ലഹരി മാഫിയ സംഘങ്ങളെ പിന്തുണക്കുന്ന CPM നിലപാടിനെതിരെയും തൊക്കിലങ്ങാടിയിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ CPM നടത്തുന്ന നിരന്തരം കുപ്രചരണങ്ങൾക്കെതിരെയും BJP ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊക്കിലങ്ങാടിയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. ലഹരി മാഫിയ സംഘങ്ങളെ പിന്തുണക്കുന്ന CPM നിലപാടിനെതിരെയും തൊക്കിലങ്ങാടിയിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ CPM നടത്തുന്ന നിരന്തരം കുപ്രചരണങ്ങൾക്കെതിരെയുമാണ് BJP തൊക്കിലങ്ങാടി മേഖല ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചത്. സംസ്ഥാന സമിതി അംഗം VP സുരേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. CK സുരേഷ് അധ്യക്ഷനായി. OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി വിജയൻ വട്ടിപ്പുറം, BJP കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് ഷംജിത് പാട്യം, TK സജീവൻ, പ്രസാദ് വള്ളങ്ങാട്, P ബിജു, P പുഷ്പലത തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ കേരളത്തിലും ഇന്ത്യ രാജ്യത്തിലും മാർക്സിസ്റ്റ് പാർട്ടി പൂർണ്ണമായും തകർന്ന് തരിപ്പണമായ തെരഞ്ഞെടുപ്പാണിത്. ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു ബോർഡ് കാണുന്നുണ്ട്, LDF അല്ലാതെ മറ്റാരുണ്ട്. ഇപ്പൊ ജനങ്ങൾ മനസ്സിലാക്കണം, വേറെ ആളുണ്ട്. അത് ഐക്യമുന്നണിയല്ല, പ്രത്യക്ഷമായ ഐക്യമുന്നണിയാണ് ഭരണത്തിലേറിയതെങ്കിലും പരോക്ഷമായി കേരളത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്തിനും ഐക്യമുന്നണിക്കുമെതിരായ ഒരു ബദൽ ശക്തി കേരളത്തിൽ ഉയർന്നു വരണം. ആ ബദൽ ശക്തി BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരിക്കണം, BJPയുടെ ഭരണ സംവിധാനമായിരിക്കണം. BJPയുടെ ശക്തിയാർജിക്കലാണ് കേരളത്തിന് അനിവാര്യമെന്ന് കേരള ജനത തെളിയിച്ചു കൊടുത്ത തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതാണ് BJP പറഞ്ഞത്, മാറ്റമുണ്ടാകണം, മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യണം. ആ മാറ്റത്തിന് വേണ്ടിയാണ് കേരളത്തിലെ ജനത വോട്ട് ചെയ്തത്, ജയിപ്പിച്ചത്. ഇവിടെ നമ്മൾ വിചാരിക്കുന്നുണ്ട്, ഇവിടെ കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിൽ ജനാധിപത്യമാണ് നടന്നതെന്ന്. ജനാധിപത്യ രീതിയിലല്ല തെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ പല പഞ്ചായത്തുകളിലും, മുകേരി പഞ്ചായത്ത് ഉൾപ്പെടെ, കോട്ടയം മലബാർ ഉൾപ്പെടെ, കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായ കള്ളവോട്ട് നടന്നിട്ടുണ്ട്. കേരളത്തിന് UDFന് ഭൂരിപക്ഷം ലഭിച്ചാൽ മെയ് 15-ന് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന പ്രഖ്യാപനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധം. മഹിളാ മോർച്ച പ്രവർത്തകർ KSRTC ബസ്സിൽ സൗജന്യ യാത്ര നടത്തി. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന KSRTCയുടെ ടൗൺ ടു ടൗൺ ബസ്സിലാണ് 11 മഹിളാ മോർച്ച പ്രവർത്തകർ ടിക്കറ്റ് എടുക്കാതെ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തത്. യാത്രക്കാർ പിന്നീട് ധർമ്മടം സത്രം സ്റ്റോപ്പിൽ ഇറങ്ങി. വനിതാ പോലീസുകാരും ബസ്സിൽ സമരക്കാരെ അനുഗമിച്ചിരുന്നു. മഹിളാ മോർച്ച കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലാ ജനറൽ സെക്രട്ടറി സനിഷ രാഗിൽ, സോന അനിൽകുമാർ, ലീന പ്രദീപ്, ആശ, ലസിത പാലക്കൽ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് യാത്ര ചെയ്തത്. സൗജന്യയാത്ര അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്.
കേന്ദ്ര സർക്കാർ 2025 ഏപ്രിൽ നടപ്പാക്കിയ യൂണിഫൈഡ് പെൻഷൻ പദ്ധതിയിൽ ചേർന്ന മാഹിയിലെ പെൻഷൻകാർക്ക് വിരമിക്കുമ്പോൾ ലഭിക്കേണ്ട പെൻഷനും അനുബന്ധ സാമ്പത്തിക ആനുകൂല്യങ്ങളും അടിയന്തരമായി അനുവദിക്കണമെന്ന് പുതുച്ചേരി പെൻഷനേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. മാഹിയിൽ ചേർന്ന അസോസിയേഷന്റെ വാർഷിക സമ്മേളനത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. മാഹി നിയുക്ത MLA ടി അശോക് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിശാലമായ ഒരു മുറ്റവും കുറച്ച് പറമ്പൊക്കെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് വീട് വാങ്ങിച്ചിട്ട് അവരെ ആ സ്ഥലത്തേക്ക് മാറ്റണം എന്ന കാര്യം സംസാരിച്ചു. അതുപോലെ കുറച്ചു മുൻപ് അവിടെയുള്ളത് അവിടെ എത്തുന്നത് നിങ്ങൾക്കാർക്കും ഇല്ലാത്ത, നിങ്ങൾക്കുണ്ടായ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവരൊക്കെ അവിടെ എത്തിയത്. അപ്പം നമ്മളെപ്പോലുള്ള ഒരാൾ അവിടെ നിൽക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം. അതുപോലെ എല്ലാ പണ്ട് ആഴ്ചകളിൽ ഇവരെ പുറത്തു കൊണ്ടുപോകുന്ന പരിപാടിയുണ്ട്. അവിടെയുള്ള അമ്മമാരെയും അവിടെയുള്ള ആളുകളെ പാർക്കിൽ മറ്റും കൊണ്ടുപോകുന്ന പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ 8 വർഷമായിട്ട് നിന്നിട്ടുണ്ട്. ഞാൻ അഡ്മിനിസ്ട്രേറ്ററോട് പറഞ്ഞിട്ടുണ്ട്. അവരെ ചിലപ്പോൾ ഉത്തരവാദിത്തമില്ല ആളുകൾ 70 വയസ്സ് പൂർത്തിയായ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. എന്നവരുടെ ഭാര്യയാണ്. VK വിജയൻ. അടുത്തത് K സതി, അലി പി ശങ്കരൻകുട്ടി, ശങ്കരൻകുട്ടി. നമ്മുടെ ലിസ്റ്റിലുള്ളത് ഡോക്ടർ ആന്റണി ഫെർണാണ്ടസ് അധ്യക്ഷത വഹിച്ചു. MK വിജയൻ, PK ബാലകൃഷ്ണൻ, പ്രകാശ് മംഗലാട്ട്, PT പ്രേമരാജ്, CH പ്രഭാകരൻ, A മനോഹരൻ, ഡോക്ടർ B ശങ്കരൻ നായർ, ഡോക്ടർ AP ശ്രീധരൻ, K സുരേന്ദ്രൻ, കാഞ്ചന എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഡോക്ടർ ആന്റണി ഫെർണാണ്ടസിനെ പ്രസിഡന്റായും MK വിജയനെ സെക്രട്ടറിയായും PK ബാലകൃഷ്ണൻ, പ്രകാശ് മംഗലാട്ട് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും CH പ്രഭാകരൻ, TK ശൈലജ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും PT പ്രേമരാജനെ ഖജാൻജിയായും തിരഞ്ഞെടുത്തു. വീണ്ടും ഒരിടവേള. മാഹി മലയാള കലാഗ്രാമം അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, കർണാട്ടിക് സംഗീതം, വായ്പാട്ട്, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിൽ അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം തുടരുന്നു. ഫോൺ 0490 233 2961 8075 099 346 9447 646 125. Amrita Vidyalayam, Punnol, Talasheri. Leading CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enrich co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands.
Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. തലശ്ശേരി നഗരസഭ, ജനറൽ ആശുപത്രി, കണ്ണൂർ DVC യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തലശ്ശേരിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ ബോധവൽക്കരണം, ദേശീയ ഡെങ്കുപ്പനി ദിനാചരണ പ്രദർശനം എന്നിവ സംഘടിപ്പിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. തലശ്ശേരി നഗരസഭ, ജനറൽ ആശുപത്രി, കണ്ണൂർ DVC യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് തലശ്ശേരിയിൽ മഴക്കാലപൂർവ്വ ശുചീകരണവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചത്. ദേശീയ ഡെങ്കുപ്പനി ദിനാചരണം, പ്രദർശനം എന്നിവയും നടന്നു. കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ മേഖല വിദ്യാഭ്യാസ നൽകുന്നതിനെ സംബന്ധിച്ചാണ്. അതിനായി ഡോക്ടർ ഡെന്നിയും ശ്രീ രാജേഷും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും എക്സിബിഷൻ പുറത്ത് നടക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടിയുള്ള അറിവ് പകരുക എന്നുള്ളതാണ് ഈ യോഗം ഉദ്ദേശിക്കുന്നത്. സാധാരണ രോഗം വന്നാൽ ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാം സ്വീകരിക്കുക. അടുത്ത കുറച്ച് കാലങ്ങളായി രോഗം ചികിത്സിക്കുന്ന മുമ്പിട്ട് തന്നെ രോഗപ്രതിരോധ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പം കോവിഡ് കാലത്തിന് ശേഷം നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള. നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ COT ഷബീർ അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ V സതി, VM സുകുമാരൻ, K അഷ്റഫ്, MV സ്മിത, ഹെൻറി മാസ്റ്റർ, ഭാരതി ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. കോടിയേരി FHSCയിലെ ഡോക്ടർ ധന്യ, കണ്ണൂർ DVC യൂണിറ്റിലെ രാജേഷ് എന്നിവർ ക്ലാസ് എടുത്തു. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ VK രാജീവൻ സ്വാഗതവും നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ D സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, അംഗൻവാടി, കുടുംബശ്രീ, തൊഴിലുറപ്പ് വിഭാഗം പ്രവർത്തകരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ഗോവയിൽ നടന്ന വേൾഡ് പവർ ലിഫ്റ്റിംഗ് ജേതാക്കൾക്ക് കണ്ണൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. വിജയികളെ ആദരിച്ച് നഗരത്തിൽ പ്രകടനവും നടത്തി. ഗോവയിൽ വെച്ച് നടന്ന വേൾഡ് പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ജേതാക്കളായ കണ്ണൂർ യുവഹൃദയ ഹെൽത്ത് ക്ലബിലെ CK സദാനന്ദൻ, സായി സന്തോഷ്, കുട്ടിയലി, വിവേക് മേനോൻ എന്നിവർക്കും സ്വർണ്ണ മെഡൽ നേടിയ വിഷ്ണു നിത്യാനന്ദ, സിൽവർ മെഡൽ നേടിയ ജഗന്നാഥ്, ചാമ്പ്യൻ പട്ടം, സ്വർണ്ണ മെഡൽ എന്നിവ നേടിയവർക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ഈ ടീമിലെ എല്ലാ ലിഫ്റ്റർമാരും ദേശീയവും അന്തർദേശീയവുമായ മത്സരങ്ങളിൽ ചാമ്പ്യന്മാരായി കഴിവ് തെളിയിച്ചവരാണ്. ജയസൂര്യൻ, മുരളി, ശൈലേഷ്, ഫൈസൽ, പ്രവീൺ, അശോക് കുമാർ, KV മഹേഷ്, രത്നാകരൻ എന്നിവർ സംസാരിച്ചു.
ഇന്ത്യൻ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ കണ്ണൂർ യൂണിറ്റ്, ജില്ലാ മാസ്റ്റേഴ്സ് സ്പോർട്സ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. തുടർന്ന് ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ കണ്ണൂർ നഗരത്തിലൂടെ ആനയിച്ചു. വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ വാങ്ങി വന്ന CK സദാനന്ദനും ജഗന്നാഥൻ്റെ ടീം, നമ്മുടെ സൗഹൃദ ടീമിന് എല്ലാവർക്കും കണ്ണൂരിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നതോടുകൂടി നമ്മുടെ കേരളത്തിനും ഇന്ത്യക്കും എല്ലാം അഭിമാനകരമായ ടീമിന് ഇനിയും ഒരുപാട് ഗോൾഡ് മെഡലുകളും ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കേരളത്തിലല്ല, കണ്ണൂർ ജില്ലക്ക് മൊത്തം മുഴുവൻ അഭിമാനകരമായ നേട്ടം. അതായത് പവർ ലിഫ്റ്റിങ്ങിൽ വേൾഡ് മത്സരങ്ങളിൽ പങ്കെടുത്ത് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരങ്ങൾക്കും എല്ലാവരും ആശംസ. 6 ഗോൾഡ് മെഡൽ നേടി വരിക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. നമ്മുടെ കണ്ണൂർ ജില്ല ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ വേൾഡ് മീറ്റിൽ പങ്കെടുത്ത് മെഡലുകൾ നേടി വരുന്നത്. അതിൻ്റെ പിന്നിലുള്ള കഠിന പ്രയത്നം എത്ര മാസങ്ങളായി ഇവരെല്ലാവരും അതിനുവേണ്ടി കഠിന പ്രയത്നത്തിലായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ ആഴ്ചയിലൊരു നാട്ടുവർത്താനം പരിപാടി തുടരുന്നു. ഈ ആഴ്ച നാടൻപാട്ട് കലാകാരിയും യുവ എഴുത്തുകാരിയുമായ അന്വയ രാജേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ ഈ ആഴ്ചത്തെ നാട്ടുവർത്തമാനം പരിപാടിയിൽ യുവ എഴുത്തുകാരി അന്വയ രാജേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അന്വയയുടെ നാടൻപാട്ടിനൊത്ത് വയോജനങ്ങൾ നൃത്തം വെച്ചു. മത്സരത്തിൽ വിജയിയായ എൻ സദിക്ക് മുംബൈ മലയാളി അസോസിയേഷൻ ഭാരവാഹി വത്സൻ മുർക്കോത്ത് സമ്മാനങ്ങൾ കൈമാറി. വായനശാല ഭാരവാഹികളായ KK സനിൽകുമാർ, KP രാമകൃഷ്ണൻ എന്നിവരും വയോജനവേദി ഭാരവാഹികളായ E രാജൻ, MM ശശികുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂൾ. വിദ്യാലയത്തിൽ ആഘോഷ പരിപാടിയും സംഘടിപ്പിച്ചു. SSLC പരീക്ഷയിൽ 100% വിജയം നേടി സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയതിന്റെ ആഹ്ലാദത്തിലാണ് പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂൾ. മികച്ച വിജയനേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുമോദിച്ച് സ്കൂളിൽ വിപുലമായ വിജയാഘോഷ പരിപാടി നടത്തി. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത ആഘോഷ ചടങ്ങ് തീർത്തും അവിസ്മരണീയമായി. ഈ വർഷം പരീക്ഷ എഴുതിയ 887 വിദ്യാർത്ഥികളും വിജയിച്ചതോടെ ജില്ലയിലെ തന്നെ ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്നായി NAM സ്കൂളിന്റെ വിജയം മാറി. ഇതിൽ 59 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും A+ നേടി. മികച്ച അക്കാദമിക് നിലവാരവും അധ്യാപകരുടെ കൃത്യമായ പരിശീലനവും വിദ്യാർത്ഥികളുടെ അർപ്പണബോധവുമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് സ്കൂൾ അധികാരികൾ പറഞ്ഞു. വിജയാഘോഷ പരിപാടിയുടെ ഭാഗമായി ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങളും അനുമോദനങ്ങളും നൽകി. സ്കൂൾ ക്യാമ്പസിൽ ഒരുക്കിയ പ്രത്യേക ചടങ്ങിൽ വെച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് കേക്ക് മുറിച്ച് വിജയത്തിന്റെ മധുരം പങ്കിട്ടു. വിജയഗാനങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളും പരിപാടിക്ക് കൂടുതൽ നിറം പകർന്നു. ചടങ്ങിൽ സംസാരിച്ച സ്കൂൾ പ്രധാനാധ്യാപകൻ വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും തന്നെയാണ് ഈ നേട്ടത്തിന് അടിസ്ഥാനമെന്ന് പറഞ്ഞു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി പ്രത്യേക പരിശീലന ക്ലാസുകളും കൗൺസിലിംഗ് സംവിധാനങ്ങളും ഒരുക്കിയതും വിജയത്തിന് സഹായകമായി. മാനേജ്മെന്റ് പ്രതിനിധികൾ അധ്യാപകരുടെ സമർപ്പണ ബോധത്തെയും രക്ഷിതാക്കളുടെ സഹകരണത്തെയും പ്രശംസിച്ചു. ഒരു മികച്ച വിജയം, മികച്ചത് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ NAMന്റെ മുമ്പിൽ നിന്ന് ഈ കലാലയത്തിന്റെ മുറ്റത്ത് നിന്ന് അത് സംസാരിക്കുമ്പോൾ നമുക്കതിന്റെ വലുപ്പം ചിലപ്പോൾ മനസ്സിലാവില്ല. കേരളത്തിലെ 2,000-3,000-ഓളം വരുന്ന ഹൈസ്കൂളുകൾ, അത്രയും സ്കൂളുകളിൽ നിന്നാണ് നമ്മൾ കേരളത്തിൽ 3ാം സ്ഥാനത്തെത്തുന്നത്. എന്ന വിജയം നേടാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തില് ഈ ഒരു വേളയിൽ, സന്തോഷകരമായ വേളയിൽ ഇവിടെയുള്ള അധ്യാപകരും അതേപോലെ നിങ്ങളെ അഭിനന്ദിക്കാനാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്നത് വലിയൊരു കേക്ക് തന്നെയാണ് നമ്മുടെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്രധാന വാർത്തകൾ.
നഗരമധ്യത്തിൽ വീണ്ടും തീപിടുത്തം. വ്യാപാരിയുടെ ജാഗ്രതയിൽ തലശ്ശേരി രക്ഷിച്ച് ഫയർഫോഴ്സ്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ശൈലി ജനങ്ങൾക്ക് ദഹിച്ചില്ല. ജില്ലാ നേതൃത്വത്തിനെതിരെയും വിമർശനം. ഇന്ധന വിലവർദ്ധനവിനെ തുടർന്ന് പെട്രോളിനും ഡീസലിനും മാഹിയിലും കണ്ണൂരിലും 12-11 രൂപയുടെ വ്യത്യാസം. കണ്ണൂരിൽ പെട്രോളിന് 109 രൂപയായി ഉയർന്നപ്പോൾ മാഹിയിൽ 97 രൂപയും ഡീസലിന് കണ്ണൂരിൽ 98 രൂപയായപ്പോൾ മാഹിയിൽ 87 രൂപയുമായി. മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ അധ്യാപക സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനകരമായ വിദ്യാഭ്യാസ ഗ്രന്ഥങ്ങളുടെ പ്രകാശന ചടങ്ങ് ശ്രദ്ധേയമായി. കോളേജിലെ അധ്യാപകർ ചേർന്ന് തയ്യാറാക്കിയത് 10 പുസ്തകങ്ങൾ.